എവരിവൺ, ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ അതിനായിട്ട് 3 വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പും കൂടി ഇട്ടിട്ട് കാരമലൈസ് ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം നന്നായിട്ട് പോയാൽ നമുക്ക് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് വഴറ്റാം. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ നേരെ പകുതി വേണം നമുക്ക് തക്കാളി ആഡ് ചെയ്യാൻ. സവാള ഞാൻ 3 വലുത് എടുത്തിട്ടുണ്ട്. അപ്പം ഒരു 1.5 വലിയ തക്കാളി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി തക്കാളി നന്നായി ഉടഞ്ഞ് വരുന്നത് വരെ അടച്ചു വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു തരി കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്കതിലേക്ക് നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ മുട്ട മുറിച്ച് വെച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ആ മുട്ടയിലേക്ക് ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടിയും ആഡ് ചെയ്ത് അതിന് മുകളിലിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആഡ് എടുത്തിട്ടുള്ളത് നല്ല പൂരിയാണ്. നല്ല പൂരിയുടെ കൂടെയും നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്